നമസ്കാരം. കെണിയിൽ അകപ്പെട്ട ചിന്തകളുമായി ഞാൻ ഷാജി ജോൺ. ഒരു സ്ഥലവും മനുഷ്യന് മാത്രം ഉള്ളത് അല്ലാത്തതുപോലെ സ്വർഗവും മനുഷ്യന് മാത്രം ഉള്ളതല്ല. മനുഷ്യൻ ഭക്ഷണമാക്കുന്ന ജീവികളുടേത് കൂടെയാണ് സ്വർഗം. സ്വർഗം നിഷ്കളങ്കർക്കുള്ളതാണെങ്കിൽ ആ നിഷ്കളങ്കരിൽ പെട്ടതാണ് മനുഷ്യനൊഴിച്ചുള്ള മറ്റ് ജീവികളും. അവർക്ക് മനുഷ്യൻ്റെ അത്രയും ബുദ്ധിയില്ല, മനുഷ്യനെ പോലെയുള്ള കൈകാലുകളില്ല. കുറവുകളാണല്ലോ സ്വർഗത്തിലേക്കുള്ള പ്രവേശന മാനദണ്ഡം. ജീവനും വേദനയും സുഖവും എല്ലാ ജീവികൾക്കുമുണ്ട്. വേദനിക്കുന്നവർക്കും ബലഹീനർക്കും നിഷ്കളങ്കർക്കുമാണ് സ്വർഗമെങ്കിൽ അതിന് ഏറ്റവും ഉചിതമായ അവകാശികൾ മനുഷ്യനൊഴിച്ചുള്ള ജീവികളാണ്. സൂചിക്കുഴയിലൂടെ ഒട്ടകത്തിന് കടക്കുവാൻ സാധിക്കാത്തതുപോലെ ജീവവർഗങ്ങളിലെ ഏറ്റവും സമ്പന്നമായ മനുഷ്യവർഗത്തിനും സ്വർഗത്തിൽ കടക്കുവാൻ സാധിക്കില്ല. ഭൂമി നിങ്ങളുടേത് ആക്കാൻ അല്ല, നിങ്ങൾ ഭൂമിയുടേതാകുവാനാണ് ജീവൻ തന്നിരിക്കുന്നത്. നിങ്ങൾ വകഞ്ഞു വയ്ക്കാതെ, നിങ്ങളെ വകഞ്ഞു വയ്ക്കാതെ സൂക്ഷിക്കുക. നിങ്ങൾ വകഞ്ഞു വെച്ചാൽ നിങ്ങളും വകഞ്ഞു വയ്ക്കപ്പെടും. ഭൂമിയിൽ അതിരുകൾ നിശ്ചയിച്ച് ഭൂമി മനുഷ്യൻ്റേത് മാത്രമാക്കുവാൻ ഭൂമി മനുഷ്യൻ്റെ മാത്രം അല്ലല്ലോ. ഭൂമിയിൽ ജനിക്കുന്ന ഓരോ ജീവജാലങ്ങളും ഭൂമിയുടെ ഉടമസ്ഥരാണ്. ജീവനുള്ള കോടാനുകോടി ജീവജാലങ്ങൾക്ക് ഭൂമിയുടെ മേൽ ഒരുപോലെയാണ് അവകാശങ്ങൾ. 380 കോടി വർഷങ്ങളുള്ള ഭൂമിയുടെ ജീവന്റെ ചരിത്രത്തിൽ വെറും അവസാന 20 ലക്ഷം വർഷങ്ങളിൽ മാത്രമേ മനുഷ്യൻ വരുന്നുള്ളൂ. അപ്പോൾ മനുഷ്യൻ വരുന്നതിന് മുമ്പ് കോടിക്കണക്കിന് വർഷങ്ങൾ ജീവജാലങ്ങൾ അവരുടെ ജീവന് ഒരു തടസ്സവും കൂടാതെ ആസ്വദിച്ചിരുന്നു. അവരെ കൊന്നൊടുക്കുവാൻ, ഉന്മൂലനം ചെയ്യുവാൻ മനുഷ്യനെന്ന ക്രൂരനായ സ്വാർത്ഥൻ അന്ന് ഇല്ലായിരുന്നു. മറ്റൊരു ചിന്തയുമായി അടുത്തയാഴ്ച കാണും വരെ ശുഭദിവസങ്ങൾ. നന്ദി. Please share and subscribe this YouTube channel. Thank you.